ഗോകുലിലേക്ക് പോവുകയാണ്, പാലക്കാടേക്ക് പോവുകയാണ്. പാലക്കാട് എന്നുള്ള ടിക്കറ്റിനാണ് ഈ ഒന്നാം സമ്മാനം, ബമ്പർ സമ്മാനം അടിച്ചത് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഗോകുലിലേക്ക് പോകുന്നു. ഗോകുൽ, ആ ഏജൻസിയിൽ ഗോകുൽ ഇപ്പോൾ നിൽപ്പുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ആ ഏജൻസിയിൽ നിന്നുള്ള തുടക്കം ഇനി ഏജൻസിക്കാരന് ഈ സമ്മാനാർഹനായ ആളെക്കുറിച്ച് കാര്യങ്ങൾ അറിയാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏജൻസി ഉടമയെ കണ്ടെത്താൻ കഴിഞ്ഞു. അദ്ദേഹത്തോട് സംസാരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ടോ? പ്രജീഷ്, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ലോട്ടറി ഏജൻസിയിലാണ്. വിങ് സ്റ്റാർ എന്ന് പറയുന്ന ലോട്ടറി ഏജൻസി പാലക്കാട് വിറ്റ ടിക്കറ്റിന് വീണ്ടും ഒരു ബമ്പർ അടിക്കുന്നു. ഇത്തവണ ക്രിസ്മസ് ബമ്പറായ 20 കോടി രൂപയുടെ ഫസ്റ്റ് പ്രൈസ് വിറ്റ ടിക്കറ്റ് ഈ ഏജൻസിയിൽ നിന്നാണ് പോയത്. ഇപ്പോൾ ഈ ഏജൻസിയിലുള്ളവർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, ഇവിടെ നിന്ന് വിറ്റുപോയ ടിക്കറ്റിനല്ലേ? ഇവിടുന്ന് പോയത് ടിക്കറ്റാണ്. വിറ്റേന്നറിയും? വിറ്റത് ദുരൈരാജ്. അയാള് തിരുവനന്തപുരത്തും കച്ചവടക്കാരനാണ്. തിരുവനന്തപുരത്തെ കച്ചവടക്കാരനാണ്. ഇവിടുന്ന് ബമ്പർ വന്ന് എടുക്കുന്ന ആളാണ്. എല്ലാ ബമ്പറും ബൾക്കായിട്ട് എടുക്കുന്ന ആളാണ്. നിങ്ങൾ ഇവിടുത്തെ ഏജന്റ് തന്നെയാണോ? ഏജന്റ് തന്നെയാണ്. ഏജൻസിയിലാണ് അടിച്ചിരിക്കുന്നത്. അതെ, നമ്മുടെ ഏജൻസി. അവിടെ നിന്ന് ദുരൈരാജ് എന്ന് പറയുന്ന ആളാണ് തിരുവനന്തപുരത്ത് നിന്ന് ടിക്കറ്റ് അവർക്ക് കൊടുക്കുന്നത്. അതെ, അവിടെയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ 20 കോടിന്റെ ഭാഗമേ അവിടെയാണ്, തിരുവനന്തപുരത്ത് സാധ്യത. ഇവിടെ നിന്ന് പോയി ടിക്കറ്റ്, ഇവിടെ നിന്ന് പോയി ടിക്കറ്റ് നമ്മൾ ഇതിനു മുൻപൊക്കെ ബമ്പർ ഏതാ ഇതിനു മുൻപ് പൂജാ ബമ്പർ അടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഓണം ബമ്പർ അടിച്ചിട്ടുണ്ടായിരുന്നു 1 കോടി. പിന്നെ പൂജാ ബമ്പർ 2 കോടിയൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. സ്ഥിരമായിട്ട് ബമ്പർ അടിക്കുന്ന ഒരു സ്ഥലം. അതെ അതെ അതെ. കൂടി വരുമ്പോ എന്താണ് പറയാ? എന്താ പറയാ, സന്തോഷം. ആദ്യമായിട്ടാണ് 20 കോടി അടിക്കുന്നത്. വലിയ ആദ്യമായിട്ടാണ് ഫസ്റ്റ് പ്രൈസ് പറഞ്ഞ കോടി, 20 കോടി ഫസ്റ്റ് ആയിട്ടാണ്. അതെ അതെ. അതിലൊരു സന്തോഷം എങ്ങനെയാണ്? സന്തോഷം, ഭയങ്കര സന്തോഷം തന്നെ. തിരുവനന്തപുരത്തുള്ളവരെ വിളിച്ചിരുന്നു? വിളിച്ചു. അവര് ഭയങ്കര സന്തോഷം, ഹാപ്പിയാണ്. അവർക്ക് ഇനിയിപ്പോൾ അവർ നോക്കിയിട്ടില്ല, ഇനി ആർക്കെ കിട്ടിയിരിക്കുന്നൊന്നും അറിയില്ല. എവിടെയാണ് കട? തിരുവനന്തപുരം നമ്മുടെ പത്മനാഭ ക്ഷേത്രത്തിൻ്റെ അവിടെയാണ് തോന്നുന്നു. എനിക്ക് അവിടെയായിരിക്കും. സ്ഥിരം എല്ലാ ബമ്പറും എടുക്കുന്ന ആളാണ് ഇവിടെ. പ്രജീഷ്, യഥാർത്ഥ ഭാഗ്യവാൻ ഇവിടെയല്ല, തിരുവനന്തപുരത്താണ്. അതായത് ദുരൈരാജ് എന്ന് പറയുന്ന ആൾ ഇവിടെ നിന്ന് ഈ ലോട്ടറി ഏജൻസിയിൽ നിന്ന് ഈ ഭാഗ്യ ടിക്കറ്റ് അടക്കമുള്ള ഒരു ബണ്ടിലെടുത്താണ് തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറിയത്. അവിടെ വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം അടിച്ചത്. അപ്പോൾ യഥാർത്ഥ ഭാഗ്യവാൻ, അതായത് ഈ പണം കിട്ടിയ 20 കോടി കിട്ടിയ ആൾ ഒരുപക്ഷെ തിരുവനന്തപുരത്ത് ആ ടിക്കറ്റ് എടുത്ത ആളായിരിക്കും. അപ്പോൾ ആരാണ് അതെന്നൊക്കെ തന്നെ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ പാലക്കാട്ടെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ ഓണം ബമ്പർ, അതോടൊപ്പം തന്നെ ഈ പറയുന്ന ബമ്പറുകളിലൊക്കെ പാലക്കാട് ഒരു ഭാഗമാകുന്നു. ഇവിടെ വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം പോയിരിക്കുന്നത്. തിരുവനന്തപുരത്തെ ഏജന്റാണ് എടുത്തത്. ഏകദേശം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് അടുത്തോ മറ്റോ ആണ് അദ്ദേഹത്തിന്റെ കട. ദുരൈരാജ് എന്ന് പറയുന്ന ഏജന്റാണ് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തത്. 20 കോടി വിറ്റ ടിക്കറ്റ്, അല്ലെങ്കിൽ അടിച്ച ടിക്കറ്റ് വിറ്റ് പോയത് തിരുവനന്തപുരത്ത് നിന്നായിരിക്കും. ഒരുപക്ഷെ ഏജൻസി ജീവനക്കാരൻ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് സമ്മാനങ്ങളൊക്കെ തന്നെ, ബമ്പർ സമ്മാനങ്ങളൊക്കെ, ചെറിയ ചെറിയ സമ്മാനങ്ങളൊക്കെ നേരത്തെ അടിച്ചിട്ടുള്ള ഒരു ഏജൻസിയാണ്. അങ്ങനെ കയ്യൊപ്പുള്ള, ഭാഗ്യത്തിന്റെ മുദ്രയുള്ള ഒരു കടയാണെന്ന് പറയുന്നുണ്ട്. ഇനി തിരുവനന്തപുരത്തേക്ക് പോകണം. ഈ ദുരൈരാജ് മിക്കപ്പോഴും വന്ന് ഈ കടയിൽ നിന്നാണോ എടുക്കാറുള്ളത്? തീർച്ചയായും. ഇപ്പോൾ ആ ലോട്ടറിയിൽ അവിടുത്തെ ചേട്ടൻ പറഞ്ഞത് തന്നെ മിക്കവാറും എല്ലാ മാസവും വരും. ദുരൈരാജ് ഇങ്ങനെ എല്ലാ ജില്ലകളിൽ നിന്നും ഇങ്ങനെ ടിക്കറ്റ് എടുക്കും, അങ്ങനെ വിൽക്കാറുണ്ടെന്നാണ് പറഞ്ഞത്. എല്ലാ മാസവും ഏകദേശം വരാറുണ്ട് എന്നാണ് പറഞ്ഞത്. അങ്ങനെ കഴിഞ്ഞ തവണ വന്നപ്പോഴാണ് ഈ ടിക്കറ്റ് അടങ്ങിയ ബണ്ടിൽ കൊണ്ടുപോയത്. ഏകദേശം 20 കോടി രൂപയുടെ ഫസ്റ്റ് പ്രൈസ് അടിച്ച ടിക്കറ്റ് വിറ്റുപോയത് ഇവിടെയാണ്. അപ്പോൾ വീണ്ടും ഒരു ഭാഗ്യത്തിൻ്റെ കേന്ദ്രം കൂടിയാകുന്നു എന്നുള്ളതിൻ്റെ ഒരു കൗതുകം കൂടിയുണ്ട്. കാരണം ബമ്പർ ലോട്ടറികളിലൊക്കെ തന്നെ ഭാഗമായി വരുന്നു. ഇതിനു മുൻപ് പറഞ്ഞുവല്ലോ, ഈ പൂജ ബമ്പറൊക്കെ അടക്കം അടിച്ചൊരു ഒരു സ്ഥാപനമാണ് ഈ വിങ് സ്റ്റാർ. അങ്ങനെ നിരവധി ഇങ്ങനെ ബമ്പറുകൾ വരുന്നു, അതിൻ്റെയൊക്കെ ഭാഗമാകുന്നു. അതിൻ്റെയൊക്കെ സന്തോഷം നമുക്ക് ആ ലോട്ടറി ഉടമയിൽ നിന്നും അവരൊക്കെ സംസാരിച്ചപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞതുമാണ്. എന്തായാലും പാലക്കാടിനൊരു കയ്യൊപ്പുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ഓണം ബമ്പർ പാലക്കാട് നിന്ന് ഉള്ള ഏജൻസി, ഇപ്പോഴിതാ ക്രിസ്മസ് ബമ്പർ, അങ്ങനെയൊക്കെ വരുമ്പോൾ പാലക്കാടിൻ്റെ ഒരു ഭാഗ്യ മുദ്ര കൂടി ഉണ്ടല്ലേ ഗോകുൽ? തീർച്ചയായിട്ടും. ഇതിപ്പോൾ കുറച്ച് പ്രദേശവാസികൾ കൂടി ചേർന്നുണ്ട്. നിങ്ങൾ ഇവിടെ ഉള്ളവർ തന്നെയാണോ? അതെ അതെ അതെ. ഈ കടയിൽ നിന്ന് വിറ്റുപോയ ടിക്കറ്റാണ് ഒന്നാം സമ്മാനം അടിച്ചത്. ഒരു നിരാശ തോന്നുന്നുണ്ടോ? ഒന്ന് വന്നെടുക്കാൻ പറ്റിയില്ലല്ലോ എന്ന് തോന്നുന്നുണ്ട്. എങ്ങനെ നമ്മുടെ കയ്യിൽ വന്നെങ്കിൽ 20 കോടി കിട്ടിയാനല്ലേ? പിന്നെ അല്ലാതെ. ഏതായാലും പക്ഷെ പാലക്കാട് ഇങ്ങനെ സ്ഥിരം ബമ്പർ അടിക്കുന്നല്ലേ? അടിക്കുന്നുണ്ട്. പാലക്കാടിന് പ്രൈസ് കൂടുതൽ, പാലക്കാടിന് മൊത്തം പ്രൈസ് പാലക്കാടിന്. ബമ്പർ കൂടുതൽ അടിച്ചിരിക്കുന്നത് പാലക്കാട് തന്നെയാണ്. ഈ കടയുടെ അടുത്തല്ലേ ചേട്ടൻ്റെ വീട്? എവിടെയാണ്? എൻ്റെ ഇവിടെ അടുത്ത് തന്നെയാണ്. ഇവിടുന്ന് ഒരു ടിക്കറ്റ് എടുക്കാത്തതിലൊരു നിരാശ തോന്നുന്നുണ്ട്. ആ ഭാഗ്യ ടിക്കറ്റ് കൈ തുമ്പിൽ നിന്ന് പോയ പോലെ തോന്നുന്നു. ലോട്ടറി കച്ചവടം തന്നെ, അപ്പുറത്ത് കടയുണ്ടെന്ന് മാത്രം. കടയിൽ നിന്ന്
അപ്പുറത്തെ കടകളിലെ കച്ചവടം സ്ഥിരമായി എടുക്കുന്ന ആൾക്കാരാണ്. ഇതുവരെ ബമ്പർ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് തൊട്ടടുത്ത കൂടെ പോയി അല്ലേ? ടിക്കറ്റ് എടുത്ത് ഇവിടുന്ന് എടുത്തിട്ടുണ്ട്. ടിക്കറ്റ് ഹോൾസെയിൽ ടിക്കറ്റ് DC എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവരെ പോലെ തന്നെ എനിക്കൊരു വലിയ നിരാശയുണ്ട് കേട്ടോ. ഞാനും ഇവിടെ അടുത്താണ് നമ്മുടെ ഓഫീസ്. നമുക്ക് പക്ഷേ ഇവിടെ നിന്ന് ഇതുവരെ ടിക്കറ്റ് എടുക്കാനായിട്ട് തോന്നിയില്ല. അപ്പോൾ നമ്മുടെയൊക്കെ കൈയുടെ അടുത്ത കൂടെയാണ് ഈ ഭാഗ്യ ടിക്കറ്റ് പോയത്. അങ്ങനെ ഒരു വിഷമം കൂടി ഉണ്ട് കേട്ടോ. കൈകളിലേക്ക് ഭാഗ്യം എത്തുകയുള്ളൂ. അതാണ് ഈ ഭാഗ്യത്തിന്റെ പ്രത്യേകത. എന്തായാലും നമുക്ക് അറിയാൻ കഴിയുന്നു, ദുരൈ രാജ് എന്ന തിരുവനന്തപുരത്തെ ഒരു ഏജന്റാണ് ഇപ്പോൾ പാലക്കാട് നിന്നും ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. പാലക്കാട്ടെ ഏജൻസിയിൽ നിന്നും ഒരു ബണ്ടിൽ ടിക്കറ്റ് തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറി. ആ ടിക്കറ്റ് കൂട്ടത്തിൽ നിന്നാണ് ഒരു ഭാഗ്യവാനെ ഇപ്പോൾ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. അയാളെ കണ്ടെത്തിയിട്ടില്ല. ആ വ്യക്തി ആരാണ് എന്ന് നമുക്ക് അറിയണം. ഇപ്പോൾ ഏജന്റിനെ മാത്രമേ, ദുരൈ രാജ് എന്ന ഏജന്റാണ് നമ്മുടെ മുന്നിലുള്ളത്. അദ്ദേഹത്തെക്കുറിച്ച് മാത്രമുള്ള വിവരം. അപ്പോൾ ഈ നമ്പരും XC 22 40 91 224091 XC സീരീസിൽ ഇതാണ് ആ ഭാഗ്യ നമ്പർ. ഇനി നമ്മൾ ഭാഗ്യവാനെ തിരയണം. ഭാഗ്യവാൻ എവിടെയാണോ, തിരുവനന്തപുരത്തുകാരാണോ, അതോ തിരുവനന്തപുരത്ത് കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ കണ്ടതാണ് പാലക്കാട്ടേക്ക് തമിഴ്നാട്ടിൽ നിന്നും വന്ന് ടിക്കറ്റ് എടുത്ത് പോയവരാണ്. തിരുവനന്തപുരത്തുകാരൻ തന്നെയാണോ, അതോ മറ്റ് അടുത്ത നമ്മുടെ സംസ്ഥാനത്തുള്ള ആരെങ്കിലും ആണോ? ഈ ഭാഗ്യം പല രീതിയിലാണ്, പല വഴിക്കാണ് ആ ഭാഗ്യദേവത കടാക്ഷിക്കുന്നത്. ആർക്കെന്ന് അറിയാൻ കഴിയില്ല. അങ്ങനെ ഇപ്പോൾ ഈ നമ്പർ എത്തിയിരിക്കുന്നു. നമ്പർ, ഭാഗ്യ നമ്പർ ഇതാണ്, XC 224091. ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ഭാഗ്യവാൻ ആരാണിനി എന്ന് കൗതുകത്തോടുകൂടി കേരളം നോക്കാൻ പോകുന്നു. ആ ഭാഗ്യവാനെ കാണാൻ നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്. പലപ്പോഴും ഇത്തരം സമ്മാനങ്ങൾ അടിക്കുന്നവർ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടാറില്ല. അത് പല സമ്മാന സമയങ്ങളിൽ നമ്മൾ കണ്ടതാണ്. അവരൊക്കെ തന്നെ സസ്പെൻസ് കരുതി വെക്കും. സസ്പെൻസിന് കാരണവും അവർ വ്യക്തമാക്കും. കാരണം വലിയ തോതിലുള്ള പല ചലഞ്ചും വെല്ലുവിളികളൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് അവർ മാറി നിൽക്കാറുമുണ്ട്. എന്തായാലും നമുക്ക് ഇനി ആ പേര് ഒരാൾ മാത്രമാണോ, അതോ ഗ്രൂപ്പായിട്ടെടുത്ത ടിക്കറ്റാണോ? ഇത്തരം സമ്മാനങ്ങളൊക്കെ വരുമ്പോൾ പലപ്പോഴും ഗ്രൂപ്പായിട്ട് പലരും ടിക്കറ്റ് എടുക്കാറുണ്ട്. അങ്ങനെ ഗ്രൂപ്പായി എടുത്ത ഒരു ടിക്കറ്റാണോ ഈ പറയുന്ന XC സീരീസിലുള്ള ഒന്നാം സമ്മാനം എന്നുള്ളതൊക്കെ നമുക്ക് ഇനി അറിയേണ്ടതുണ്ട്, സ്ഥിരീകരിക്കേണ്ടതുണ്ട്. പാലക്കാട്ടെ ഏജന്റിൽ നിന്നുള്ള ടിക്കറ്റാണിപ്പോൾ സമ്മാനമായി മാറിയിരിക്കുന്നത്. അവിടെ നിന്നും മറ്റൊരു ഏജന്റ് ഒരു ബൾക്ക് ടിക്കറ്റ്, ഒരു ബണ്ടിൽ ടിക്കറ്റാണ് തിരുവനന്തപുരത്തേക്ക് വാങ്ങിക്കൊണ്ടുപോയത്. തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് അടുത്തുള്ള ഏജന്റ് ആണ് എന്ന സൂചനകൾ മാത്രമാണ് ഇപ്പോൾ ഏജൻസി നമ്മോട് പങ്കുവയ്ക്കുന്നത്. അതിനെ ആരാണ് എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയും. ഞങ്ങളുടെ തിരുവനന്തപുരത്തെ പ്രതിനിധികളിലേക്ക് ഒക്കെ തന്നെ ഈ മെസ്സേജ് പാസ് ചെയ്തിട്ടുണ്ട്. ഉടനടി നമുക്ക് ആ ഏജന്റിന്റെ പ്രതികരണം കൂടി അറിയാൻ കഴിയും എന്ന് നമുക്ക് മനസ്സിലാക്കുന്നു.